വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിന് ഇരയായ ഉഷയുടെ ശസ്ത്രക്രിയ ഇന്ന് തന്നെ ഉണ്ടായേക്കാം. രാവിലെ വിദഗ്ധ ഡോക്ടർമാർ എത്തിയതിനു ശേഷമായിരിക്കും എപ്പോഴാണ് ശസ്ത്രക്രിയ നടത്തേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ചികിത്സാ പിഴവിനെതിരെ നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്നും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും ഷിബിൻ പറഞ്ഞു. വിഷയത്തിൽ ആരോഗ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും യുവാവ് കൂട്ടിച്ചേർത്തു. പണമില്ലാത്തതുകൊണ്ടാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. പാവപ്പെട്ടവർക്ക് മാത്രമല്ലേ കഷ്ടപ്പാട്? അല്ലാത്തവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ലല്ലോ. മൂത്രത്തിൽ കല്ലെന്ന് സംശയിച്ച് ഡോക്ടർമാർ പറഞ്ഞാണ് എക്സ്റേ എടുത്തത്. ഇന്ന് പോലീസിൽ ഔദ്യോഗികമായി തന്നെ പരാതി നൽകും, ഷിബിൻ പറഞ്ഞു. അതേസമയം ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി ഡോക്ടർ ലളിതാംബിക. ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയത് താനല്ലെന്ന് ഡോക്ടർ ലളിതാംബിക പറഞ്ഞു. ഉഷയ്ക്ക് മുമ്പും ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. ഉപകരണം കുടുങ്ങിയത് അവിടെ നിന്നാകാമല്ലോ. താൻ ആരിൽ നിന്നും ശസ്ത്രക്രിയയ്ക്ക് പണം വാങ്ങാറില്ല. സിസ്റ്റത്തിന്റെ വീഴ്ചയാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നും ഡോക്ടർ ലളിതാംബിക മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അക്കാലത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ താൻ സജീവമായി ഇടപെട്ടിരുന്നു. കോവിഡ് ബാധിതരായ ഗർഭിണികളുടെ ചികിത്സയ്ക്കായിരുന്നു അന്ന് മുൻഗണന നൽകിയിരുന്നത്. 3.5 കിലോ തൂക്കമുള്ളതും ക്യാൻസർ ആണോ എന്ന് സംശയമുള്ളതുമായ ഒരു ട്യൂമർ നീക്കം ചെയ്യാനാണ് പ്രസ്തുത രോഗിയെ അഡ്മിറ്റ് ചെയ്തത്. എന്നാൽ ആ സമയത്ത് നടന്ന ഈ ശസ്ത്രക്രിയയിൽ താൻ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്നും ഡോക്ടർ പറഞ്ഞു. താൻ ഇന്നുവരെ ചികിത്സയ്ക്കായി രോഗികളിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് ഡോക്ടർ ലളിതാംബിക പറഞ്ഞു. വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് 38 വർഷം ജോലി ചെയ്തതെന്നും രാഷ്ട്രീയക്കാരുടെ ശുപാർശയിൽ വരുന്നവരെ പോലും പണം വാങ്ങാതെയാണ് ചികിത്സിച്ചിട്ടുള്ളതെന്നും അവർ വ്യക്തമാക്കി. രോഗിക്ക് മുമ്പ് നടന്ന മറ്റേതെങ്കിലും ശസ്ത്രക്രിയയിലൂടെയാണോ ഈ ഉപകരണം കുടുങ്ങിയതെന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടതാണെന്നും അവർ പറഞ്ഞു. എന്തായാലും വീട്ടമ്മയെ തുടർ ചികിത്സയ്ക്കായി ഇപ്പോൾ അമൃത ആശുപത്രിയിലാണ് എത്തിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ MPയുടെ അടിയന്തര ഇടപെടലിലാണ് പുന്നപ്ര സ്വദേശിനി ഉഷ ജോസഫിനെ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഉഷയുടെ ദുരവസ്ഥയറിഞ്ഞ് KC വേണുഗോപാൽ കുടുംബവുമായി സംസാരിച്ചിരുന്നു. പിന്നാലെ ആംബുലൻസ് അയച്ച് ഉഷയ്ക്ക് തുടർ ചികിത്സയ്ക്ക് അമൃത ആശുപത്രിയിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. പുന്നപ്രയിലെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ ഉഷ കൊച്ചിയിലേക്ക് എത്തി. എന്തായാലും ഉഷയെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർമാർ എത്തി പരിശോധിച്ചതിന് ശേഷം തുടർ ചികിത്സ തീരുമാനിക്കും. ശസ്ത്രക്രിയ നടത്തും. അമ്പലപ്പുഴ MLA H. സലാം ഉഷയെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. വണ്ടാനത്തേക്ക് പോകാൻ തനിക്ക് പേടിയാണെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉഷ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവിടെ വച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് ഉഷ അറിയിച്ചിരിക്കുന്നത്.